കൊച്ചിയിൽ 35 കിലോ കഞ്ചാവുമായി 4 പശ്ചിമബംഗാൾ സ്വദേശികൾ പിടിയിലായി. സാമിൻ ഷെയ്ഖ്, റിദുൽ ബജാജ് മണ്ഡൽ, ഹബീബുൾ റഹ്മാൻ എന്നിവരാണ് അറസ്റ്റിലായത്. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ക്രിസ്മസ് പുതുവത്സര സമയത്ത് നടക്കുന്ന ഡ്രൈവിന്റെ ഭാഗമായിട്ടൊക്കെയാണോ ഈ പരിശോധന നടന്നതും പ്രതികളെ പിടികൂടിയത്? തീർച്ചയായും എക്സൈസ് സംഘമാണ് ഈ 4 പേരെയും പിടികൂടിയത്. 35 കിലോ കഞ്ചാവാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത്. എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഇവ പിടികൂടിയത്. അതിന് തൊട്ടടുത്ത് നിന്നാണ് പിടികൂടിയത്. എക്സൈസ് സംഘം വ്യക്തമാക്കുന്നത് ഇത് ഒഡീഷയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നതാണ്. ഇടപ്പള്ളിയിൽ കുറച്ചു പേർക്ക് നൽകാൻ വേണ്ടി കൊണ്ടുവന്നു എന്നാണ് ഇവരുടെ മൊഴി. അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ ഫോണുകൾ സീസ് ചെയ്തിട്ടുണ്ട്. 4 ഫോണുകൾ സീസ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുകയാണ്. പ്രത്യേകിച്ചും ഈ കാലയളവിലൊക്കെ തന്നെ കൂടുതൽ കഞ്ചാവും ലഹരി ഉൽപ്പന്നങ്ങളും മറ്റിടങ്ങളിൽ നിന്ന് എത്തിച്ച് ഇവിടെ വിതരണം ചെയ്യുന്ന ഒരു കണ്ണികളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എക്സൈസിനും മറ്റും ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ആരംഭിച്ചത്. ഇവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ വന്നു പോകുന്നവരാണ് എന്നതാണ് വ്യക്തമാകുന്നത്. ഇവർക്കെതിരെ കൂടുതൽ കേസുകൾ പ്രത്യേകിച്ചും മറ്റ് സ്റ്റേറ്റുകളിൽ ഉണ്ടോ എന്നും പരിശോധിക്കുകയാണ്. എന്തായാലും 35 കിലോ കഞ്ചാവ് വേട്ടയാണ് എറണാകുളത്ത് നടന്നിരിക്കുന്നത്. ട്രെയിൻ മാർഗമാണ് ഇവ എത്തിച്ചതെന്നാണ് വ്യക്തമായിട്ടുള്ളത്. ശരി, രാഗിനാണ് കൊച്ചിയിലെ ലഹരി വേട്ട സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്.